തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് മരിയ സദനം സന്തോഷിയേട്ടൻ തെരുവിൽ കിടന്ന മാനസിക രോഗികളായിട്ടുള്ള മനുഷ്യരെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരിലുള്ള കഴിവുകളെ കണ്ടെത്തി അത് തേച്ചു മിനുക്കിയെടുത്ത് അവരെ നല്ല പാട്ടുകാരും സംഗീത ഉപകരണങ്ങൾ പ്ലേ ചെയ്യുന്നവരും ഒക്കെ ആക്കി മാറ്റി നാടകവും ഗാനമേളയൊക്കെ നടത്തി ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ സ്ഥാനം പിടിച്ച് അങ്ങനെ ഒരു വലിയൊരു വ്യക്തിത്വം. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ 3-ാം ഭാഗം ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ബ്രദറെ, സ്വാഗതം. ഈ മാനസിക രോഗികളായിട്ടുള്ള മക്കളുടെ ഇങ്ങനെയുള്ള കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവരെ വളർത്തുന്നതോടൊപ്പം തന്നെ മറ്റ് എന്തൊക്കെ ആക്ടിവിറ്റീസാണുള്ളത്? നമ്മളവിടെ ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്യുന്നുണ്ട്. സ്ഥലം കുറവാണ്. മറ്റൊരു പുരയിടം നമുക്കുണ്ട്. അതിനകത്ത് കുറേ പ്ലാന്റേഷനൊക്കെ ചെയ്യാൻ, പ്ലാവും അങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ കൊണ്ടുപോയി ചെയ്യിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഈ കൈത്തൊഴിലോ? കൈത്തൊഴിൽ നമ്മൾ തയ്യൽ യൂണിറ്റ് നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. തയ്യൽ ചെയ്യാനായിട്ട് 4-5 സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരിൽ പലരും കുട്ടികളുള്ളവരാണ്. നമുക്ക് പിള്ളേരുടെ ഒരു യൂണിറ്റ് ഉണ്ട്. 24 പിള്ളേർ ഇപ്പം സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. അതിൽ അവരുടെ അമ്മമാർക്ക് മദർ ആൻഡ് ചൈൽഡ് എന്ന പ്രോജക്റ്റ് വെച്ചിട്ട് അമ്മമാരവിടെ തയ്ക്കുന്നു. അപ്പോൾ നൈറ്റി, ചുരിദാർ ഇതൊക്കെ തയ്ക്കുന്നുണ്ട്. മെഴുകുതിരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇടവപ്പള്ളിയിൽ തന്നെ നമുക്കൊരു ക്യാൻഡിൽ ഷോപ്പുണ്ട്. അവിടെ വെച്ച് നമ്മൾ മെഴുകുതിരിയും മറ്റ് സാധനം, പിന്നെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയാനായിട്ട് ഈ ചവിട്ടി കൈകൊണ്ട് തന്നെ പിരിച്ച് പഴയ തുണികൾ കൊണ്ട് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും എൻഗേജഡാണ്. ഒന്നെങ്കിലും ഒരു ജോലി ചെയ്യണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒക്യുപ്പേഷനിൽ അല്ലെങ്കിൽ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ പോലെ വെറുതെ കുത്തിയിരുന്നില്ല. അല്ലെങ്കിൽ മിക്കവാറും പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ അടങ്കൽ ചിലവ് ഒരാൾക്ക് 200 രൂപയാണ് ചിലവ് ഒരു ദിവസം. നമ്മളിതൊരു പ്രൈവറ്റ് സെക്ടറാണ്. 2000 രൂപ മുതൽ വാങ്ങുമെന്നല്ല, അത്രയും വരും. പക്ഷെ നമുക്കിത് ചെയ്യുന്നത് ഇൻമേറ്റ്സ് റിക്കവർ ചെയ്ത ആളുകൾ ഈ 25 കിലോ അല്ല 30 കിലോ തന്നെ വേണം ഒരു തോരൻ കറി വെക്കണമല്ലോ, സാമ്പാർ വെക്കണമല്ലോ. അപ്പോൾ ഈ കറി കട്ട് ചെയ്യുന്നതല്ല, അതിനു വേണ്ടി തന്നെ കുറേ പേരുണ്ട്. വെജിറ്റബിൾ കട്ട് ചെയ്യാൻ കുറേ പേര്, ക്ലീൻ ചെയ്യാൻ കുറേ പേര്. നമ്മൾ എക്കോ ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് അതൊക്കെ നോക്കിയാണ് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു 3-4 പ്രോജക്റ്റ് ഉണ്ട്. സോളിഡ് വേസ്റ്റ്, അതുപോലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സേവ്, ഇതെല്ലാം ഈ പേഷ്യൻസ് റിക്കവർ ചെയ്തവരെ തന്നെ ചെയ്യുന്നത്. അതുപോലെ വിറക് സ്റ്റീമറിലാണ്. വിറകിന് ആവശ്യമായ വിറകുകൾ അതെൻ്റെ ഫാദർ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പുള്ളി അത് തുടങ്ങി വെച്ചത്. ഇപ്പോഴും സീനു എന്നും പറഞ്ഞ് ഞാൻ 7 വയസ്സ് മുതൽ വളർത്തി ഒരു ആന്ധ്രാക്കാരനായിരുന്നു. അവന് 27 വയസ്സ് പ്രായമുണ്ട്. അവനാണ് അപ്പോൾ അച്ചാച്ചൻ ചെയ്ത് ജോലി ചെയ്യുന്നത്. വണ്ടിയായിട്ട് പോകുന്നു. ഇവർക്കെല്ലാം നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ച് അടിപൊളിയായി ഒരു വീടിൻ്റെ തോട്ടമാണ്. അവിടുന്ന് വിറകെല്ലാം സംഭരിച്ചു കൊണ്ടിരുന്നത്. ശരിക്കും ഒരു ദിവസം ഇത്രയും പേരുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും മരുന്ന് ഇതിനെല്ലാം കൂടെ ഒരു ദിവസം എത്ര രൂപ ചിലവാകും? നമുക്കൊരു 80,000 രൂപ അല്ലെ 1,00,000 രൂപയ്ക്ക് 9,000 രൂപയ്ക്ക് അടയ്ക്കുന്നത്. അത്രേ വരുന്നുള്ളൂ. ഇതൊരു പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പിന്നെ അത് ലക്ഷങ്ങളായി പോലെ. ഇതിന് ഒരു 5-6 ലക്ഷം രൂപ. അതുകൊണ്ടാണ് പല ഹോസ്പിറ്റലുകളും വലിയ ബില്ല് വാങ്ങിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നത്. കാരണം ഇലക്ട്രിസിറ്റിക്ക് നല്ല ചാർജ് അവർക്ക് കൊടുക്കണം. നമുക്ക് ഓർഫനേജ് ആയതുകൊണ്ടുള്ള കൺസെഷൻ ഉണ്ട്. പിന്നെ ഫയർവുഡ് മുതൽ ഫുഡ് മുതൽ എല്ലാം ഫ്രീ കളക്ട് ചെയ്ത് നമ്മുടെ ആളുകൾ വഹിച്ച് വിളമ്പുന്നതുകൊണ്ടായി. ഈ 1 ലക്ഷത്തോളം രൂപ ദിനം പ്രതി നമുക്ക് ആവശ്യമായിരിക്കെ അത്രയും തുക നമുക്ക് വരുന്നുണ്ടോ? ശരിക്കും ചില സമയങ്ങളിൽ കുറവുണ്ടാവും. ചിലപ്പോൾ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ബാധ്യതയെപ്പറ്റി പറയുന്നില്ല. അത് ഇതിൻ്റെ ഒരു നമുക്കതാ ഒരു പത്മശ്രീ ബഹുമതിയായിട്ട് കൂട്ടുന്നുള്ളത് മരിക്കുന്നതിന് വരെ ഉണ്ടാവണം. നല്ല വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കടമുണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ. കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്? കോവിഡ് കാലത്ത് മറ്റ് ആളുകൾക്ക് ആദ്യ സ്റ്റേജിൽ ഇറ്റലിയിലൊക്കെ ഉണ്ടായ രീതിയിലുള്ള അറ്റാക്കായിരുന്നു നമുക്ക്. സ്പോട്ടിൽ 2-3 പേര് ആദ്യം മരിച്ചു. പിന്നെ അത് ക്ലസ്റ്റർ 1 CFLT സെൻ്ററാക്കി മാറ്റി ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാക്കി. ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം വെച്ചാൽ വർക്ക് ചെയ്യുന്നവരെല്ലാം വേറെ CFLT സെൻ്ററിലേക്ക് പോയി. ആൾക്കാരെ നമ്മുടെ വലിയ സ്ഥാനത്തിലെ ആളുകളെ പല സെൻ്ററിൽ മാറ്റി. അവർ മരിച്ചു പോയവരൊക്കെ ചിലരൊക്കെ ആ വഴിക്ക് തന്നെ കൊണ്ട് സംസ്കരിക്കേണ്ടി വന്നു. കാരണം ഇതിനകത്ത് നല്ല ശാരീരിക രോഗമുള്ള ഒത്തിരി ആളുകൾ, വൃദ്ധജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ പറയും, ആർട്ടിസ്റ്റുകളെ ഞാൻ പറഞ്ഞാൽ പലരും ഇപ്പോൾ ഇല്ല. ബ്രൂസ്ലി ഇല്ല, രേവതി ഇല്ല, പ്രിൻസ് ഇല്ല, ജാക്സൺ ഇല്ല, ഒക്കെ മരിച്ചുപോയി. കോവിഡും അതിൻ്റെ മുമ്പും ഒക്കെ ആയിട്ട്. കോവിഡിന് ശേഷമാണ് റോസ്ലിയും സിബിയ, റോസ്ലി അതുപോലെ രേവതിയൊക്കെ പോയത്. അതിപ്പോൾ അടുത്ത കാലങ്ങളിലാണ്. അപ്പം ഇന്നത് ഇപ്പോൾ ഒരു അറ്റാക്ക്, അതിനൊരു കുഴഞ്ഞു വീണു. ഇത് പിന്നീട് വന്ന പോസ്റ്റ് കോവിഡ് വിഷയങ്ങളാണ് അത്. അപ്പോൾ അത് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ മരിക്കുമല്ലേ. നമ്മളതൊന്നും ഇപ്പോൾ അക്കൗണ്ട് ചെയ്യുന്നില്ലല്ലോ. എന്തായാലും പേരാ മരിക്കുന്നത്.
40 വയസ്സ്, 48 വയസ്സ്, 38. ഇന്നലെ തന്നെ കേട്ടു ഒരാൾ, ഒരു ഫോട്ടോഗ്രാഫറാണ് കൊല്ലപ്പള്ളിയിലുള്ള, പെട്ടെന്ന് ആൾ പോയി. പോസ്റ്റർ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. പാലായിലാണ് ഇഷ്ടം പോലെ ആൾ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു കോവിഡിൻ്റെ ഒരു ബാക്കി പത്രങ്ങൾ അതൊക്കെ. ഓക്കെ. അപ്പോൾ ഈ 1 ലക്ഷത്തോളം രൂപയുടെ വരുമാനം നമുക്ക് കുറച്ച് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അതൊക്കെ എല്ലാ ഇടത്തും ഉണ്ടല്ലോ, നമുക്കും ഉണ്ടാകും. അപ്പോൾ എങ്കിലും ഇതെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ നടത്തുന്നുണ്ട് ഓരോ ദിവസവും. ഞാൻ ഇതുവരെ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ആരോടെങ്കിലും ചെന്നിട്ട് 1 രൂപ തരാമോ, 10 രൂപ തരാമോ, അല്ലെങ്കിൽ ഇത്രയും ആവശ്യമുണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പറയാതിരിക്കുന്നത് കൊണ്ട് ചിലർക്കൊരു തോന്നലുണ്ട്, അവനാണ്ട് ഭയങ്കര കാശുള്ളവരാണ്, ഇല്ലാത്തവരാണ്. അതുകൊണ്ടല്ല, അത് മക്കബായരുടെ പുസ്തകത്തിൽ, എസ്തറിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, കർത്താവായ ദൈവമേ, മഹത്വകാംക്ഷ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അല്ല ഞാൻ ഹാമാൻ്റെ മുമ്പിൽ തലകുമ്പിടാത്തത്, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ ഒരു പോളിസിയാണ്. ഞാനത് തെറ്റിദ്ധരിക്കരുത്. അത് വിനീതമായ അപേക്ഷയാണ്. ആവശ്യങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞ് കണ്ട് തരാൻ ധാരാളം സ്നേഹിതരെ അങ്ങ് തന്നെ അയക്കണമെന്ന് മരിയസ്ഥാനത്തിലെ മക്കൾ 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ സ്നേഹിക്കാൻ തന്നെ വരും. ജഗതിച്ചേട്ടൻ, ഞാൻ ഒരു സ്വർഗ്ഗം ചുമ്മാ ഓഫീസിലിരിക്കുമ്പോൾ നടന്നു വരുന്നു. ഞങ്ങളുടെ വികാരിയച്ഛനുണ്ട്, പുള്ളി ഒരു 50,000 ചെക്ക് എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞതെന്നാന്നറിയോ, സന്തോഷം ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരാരും തരികയില്ല. ആകാശത്തിൽ ഒരു ദൈവമുണ്ട് അല്ലേ, നമ്മളങ്ങനെയല്ല പഠിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതെ, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെയൊക്കെ പ്രാർത്ഥന, എൻ്റെയൊക്കെ ഉൾപ്പെടെ നേരത്തെ ആയിരുന്നു ബാക്കിയുള്ളതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ബാക്കിയുള്ളത് ചുമ്മാ കിട്ടേണ്ട സാധനമാണ്. രാജ്യവും നീതി എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത തന്നെ ഒരു പെൺകുട്ടി ചോദിച്ചു, സാർ ഇച്ചിരി ക്ഷമ കാണിക്കാൻ മേലെന്ന് ചോദിച്ചു. സാറിന് ക്ഷമിക്കാനൊരു മനുഷ്യനാണ്, 2 കാതും ഒരു ബ്രെയിനും ഒക്കെ അല്ലേ ഉള്ളൂ. എത്ര പേരുടെ ഒരു സമയം കേൾക്കുന്നത്, അതുകൊണ്ട് വരുന്ന വീഴ്ചകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്, ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള ശക്തിയും കരുത്തും ദൈവം തരുന്നുണ്ട്. അങ്ങ് ഈ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളെ നമ്മൾ നോക്കി കാണുന്നതാണ് എൻ്റെ വിഷയം. ഇപ്പോൾ ഗവൺമെൻറ് നിയമമെല്ലാം വന്ന് ഇത് അടച്ചു പൂട്ടാൻ ഓർഡർ ഇട്ട സ്ഥാപനമായത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവം തീരുമാനിച്ച് നിർത്താൻ. ഞങ്ങളുടെ മുരിക്കും പിതാവ് പറഞ്ഞ പോലെ ദൈവം പറഞ്ഞു, എന്നോട് താമസിക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കെതിരെ നിൽക്കാൻ പറ്റും? പിതാവിനും പോയാലേ ഒക്കുള്ളൂ. കല്ലറങ്ങാട്ട് പിതാവ് നമ്മുടെ മരിയസ്ഥാനത്തെ നോക്കിക്കാണുന്ന ഒരു വീക്ഷണം അദ്ദേഹത്തിന് പറഞ്ഞൊരു ഡയലോഗാണ്. ഇതൊരു സർവകലാശാലയാണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനൊരിക്കലും ഒരു വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ പറഞ്ഞു, കരുണയില്ലാത്തവരുടെ മുമ്പിൽ കരയരുത്, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. സന്തോഷിൻ്റെ വിശ്വാസമാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിയമം വന്നു, ഞാൻ നിർത്താനങ്ങ് തീരുമാനിച്ചു. നിർത്താൻ തീരുമാനിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഓടിക്കൂടി. നിയമസഭ സ്തംഭിപ്പിച്ചു. ഞാനല്ല, നാട്ടുകാർ. മാണിസാർ അതിനകത്തിരിക്കുന്ന ആളിനെ വിളിച്ച് പുറത്തിറക്കി. മരിയസ്ഥാനം പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാൽ അന്നേരം വിളിച്ചിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിച്ചു, അവിടെ എന്താ പ്രശ്നം? ലൈസൻസിനുള്ള എലിജിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞു. ഒരാൾ റോഡിലിറങ്ങാൻ ഞാൻ സമ്മതിക്കാനെന്ന് പറഞ്ഞു. പിന്നെ വന്നത് അത്ര എൻ്റെ സ്വന്തം സ്ഥാപനമെന്ന് പറയും. അപ്പം മണിസാറിൻ്റെ നല്ലൊരു കരുതൽ. അതുപോലെ PC ജോർജ് ആയാലും PC തോമസ്, ഞാൻ പറയും, രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും അത് ജാതി മത ഭേദമന്യേ നമുക്ക് വേണ്ടി അന്ന് അവിടെ കൂടി. അവർ പറഞ്ഞു, ഇത് പൂട്ടാനുള്ള ഒരാൾ പോകാൻ സമ്മതിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അനുമതി നിഷേധിച്ചാൽ പിന്നെ ഇതുങ്ങളെയൊക്കെ ആര് നോക്കും? തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ? ആര് ഇവരെ സഹിക്കും? അപ്പോൾ പിന്നെ അതിന് മറുപടി ആര് പറയും? ഇത് ഞാനൊരാളല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 85-ന് ശേഷം കേരളത്തിലുണ്ടായ വലിയൊരു വിപ്ലവമായത്. വീടുകളിൽ ആളുകളെ താമസിപ്പിക്കാൻ തുടങ്ങുന്നു. അടിസ്ഥാന സൗകര്യമില്ലാത്തവന്, വാടകയ്ക്ക് കിടക്കുന്നവന്, ഇവനൊക്കെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റ ആൾ മാത്രമാണ് ഞാൻ. എന്നെപ്പോലെ 180ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി വന്നതുകൊണ്ട് എൻ്റെ ഒരു സങ്കടം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടപെടൽ പിറ്റേ ദിവസം സംഭവിച്ചതെന്ന് വെച്ചാൽ, മാണിസാറ് പറഞ്ഞു പുതിയൊരു നിയമം തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ബ്രദേഴ്സ് എല്ലാം വന്നു. തോമസ് ചേട്ടൻ ഉൾപ്പെടെ, രാജു, ദീപരക്ഷാരൻ, ജോഷിയൊക്കെ ഉൾപ്പെടെ ഞങ്ങളൊരു 10-60 പേരോളം, പ്രശാന്ത് അച്ഛന്, അതുപോലെ കുറ്റിക്കലച്ഛന്, ജോഷുവ അച്ഛന്, റൂയി അച്ഛന്, അങ്ങനെ ഒരു സംഘം ആൾക്കാർ നിയമനിർമ്മാണം നടത്തുന്ന നിയമസഭയ്ക്കുള്ളിൽ ഞങ്ങൾ സംഘടിച്ചു. ഞങ്ങളെ അതിനകത്ത് മാണിസാറെ സ്വീകരിച്ചിരുത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്കഷൻസ് നടത്തി. അവിടെ നിന്ന് ഒരു പേപ്പർ ഒപ്പിട്ടു. 1 വർഷം കൊണ്ട് നിയമം ഉണ്ടാക്കി. അത് കേരള മോഡൽ നിയമമാണ്. ഇന്ത്യയിലും പല സ്ഥലങ്ങളും. ഇതിന് പുറകിൽ പ്രവർത്തിച്ച 3 ഡോക്ടർമാരുണ്ട്. പ്രധാനപ്പെട്ട ഒരാൾ ഡോക്ടർ മുരളി, നിമാൻസ് ബാംഗ്ലൂർ, ഒന്ന് VK രാധാകൃഷ്ണൻ,
ഡോക്ടർ റോയി എബ്രാഹിം കള്ളുവേൽ, ഇങ്ങനെയുള്ള മനഃശാസ്ത്രജ്ഞരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ രാഷ്ട്രീയ പ്രമുഖർ, ഇപ്പം സബ്മിഷൻസ് ഇടാനും അത് അവതരിപ്പിക്കാനുമുള്ള MLA മാരും MP മാരും ഒക്കെ. ഇതൊരു സാമൂഹിക വിഷയമായിട്ട് പെട്ടെന്ന് അങ്ങ് മാറി, അതിന് ഉത്തരവുണ്ടായി, അത് ഭയങ്കരമായിട്ട് ശമിച്ചു. വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും റെക്കഗ്നേഷൻസായി, രജിസ്ട്രേഷൻസായി. അതാണ് എൻ്റെ അകത്ത് വന്നൊരു മാറ്റം. പ്രതിസന്ധി എപ്പോഴും നമ്മൾ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈശോ തന്നെ പറഞ്ഞു, കടലിൻ്റെ നടുക്ക് വന്നിട്ട് അവരുടെ കപ്പൽ വള്ളം മുങ്ങി താഴുന്ന സമയത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഇത് ഈശോയ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്നവൻ ആരാണ്? ഞാൻ ആരോടും പറഞ്ഞു നടക്കാറില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ ദൈവവചനം കോട്ട് ചെയ്ത് എൻ്റെ കാര്യമോ ചെറിയവരിൽ ഒരുവന് കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പ്രവർത്തിച്ച് കാണിക്കുമ്പം സുഗതകുമാരി ടീച്ചർ ട്രിവാൻഡ്രത്ത് വെച്ച് ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതെനിക്കൊരു പത്മശ്രീ ബഹുമതി കിട്ടുന്ന പോലെ ഞാൻ കണക്കാക്കും. നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല ആളുകൾ നാട്ടിലുണ്ട്, അതുകൊണ്ടാണ്. അതല്ല, ബിക്കോസ് യു ആർ എ ക്രിസ്ത്യൻ. സുഗതകുമാരി ടീച്ചർ പറഞ്ഞ ക്രിസ്ത്യൻ, അത് അമ്മ സാധ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തി വെക്കേണ്ട വാക്കുകളാണ്. സുഗതകുമാരി ടീച്ചർ അങ്ങയോട് പറയുകയാണ്, അങ്ങ് പറഞ്ഞത് നാട്ടുകാരൊക്കെ നല്ലവരായിട്ടുള്ളവർ ഉള്ളത് കൊണ്ട് ഇത് ഭംഗിയായിട്ട് നടന്നു പോകുന്നു പറയുമ്പോൾ അവർ പറയാണ്, അല്ല, നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഇത് ശരിക്കും ലോകം കേൾക്കേണ്ട വാക്കുകളാണ്. വളരെ വാസ്തവമായിട്ടും അതങ്ങനെ തന്നെയാണ്. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കതിന് വേണ്ടതൊരു ധൈര്യം മാത്രമേ ഉള്ളൂ. ബൈബിളിൽ ഏറ്റവും ആ ധൈര്യം പോലും വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നതാണ്. തീർച്ചയായിട്ടും. ആ ധൈര്യം നമ്മൾ സ്വയമായിട്ട് നമ്മൾ ആരിൽ ആശ്രയിക്കുന്നോ, ആരുടെ വചനം പറയുന്നോ, ഞാൻ കഞ്ഞി വെക്കാൻ അരി മേടിക്കാൻ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, തെണ്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ കഞ്ഞി വെക്കാതിരുന്നാൽ എന്നാൽ പരിപാടി നിർത്തും. അന്ന് പോലെ ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങണ്ടേ, ദൈവം ഇല്ലെന്ന് പറയണ്ടേ. അപ്പം അങ്ങനെ യാക്കോബുമായിട്ടുള്ളൊരു മൽപ്പിടുത്തം പോലെയാണ് പല അവസരങ്ങളും. കഞ്ഞിക്ക് അരിയില്ല, അവിടെ ഇരുന്ന് ബിരിയാണി വരും. ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, ധാരാളം അനുഭവം. പ്രധാന ഒരുപാട് അനുഭവങ്ങൾ ഈ ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചും കൂടെ അല്പം നമ്മുടെ പ്രേക്ഷകരെ അറിയണം. ഭാര്യ മിനി ഫുൾ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുക. തീർച്ചയായിട്ടും. മക്കൾ എത്ര? 5 പേരുണ്ട്. 5 പെൺമക്കളാണ്. 5 പെൺകുട്ടികളാണ്. അവർക്ക് എത്രയൊക്കെയായി? അവരെ പഠിപ്പിച്ച് ഒരാളെ ഡോക്ടറാക്കണമെന്ന് ഞാൻ ആദ്യം ഓർത്തു, ഒരാളെ എഞ്ചിനീയർ ആക്കണം. നമ്മുടെയൊക്കെ മനസ്സിലും അങ്ങനെ ഒരു പ്ലാനുണ്ടല്ലോ. അവസാനം ഇവർ പഠിച്ചതെല്ലാം MSW ആണ്. അത് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ വരും. അതെ, അങ്ങനെ വന്നു. ഒരാൾ ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ട് അത് നിർത്തിയിട്ട് സോഷ്യൽ വർക്കറായി. അപ്പം 3 പെൺകുട്ടികളും മൂത്തവർ ഇപ്പം എൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരാളുടെ വിവാഹം കഴിച്ചു, അവളും കാനഡയിലായിരുന്നു. അവർ തിരിച്ചു വന്നു. കാരണം വെച്ചാൽ അവരുടെ പേരൻസ് 2 പേരും പ്രായം ചെന്നവരായതുകൊണ്ട്, ഒരൊറ്റ മകനെ ഉള്ളതുകൊണ്ട്, അവനും ഒരു മകനുള്ളതുകൊണ്ട് നിൽക്കണ്ട. കാരണം നമുക്ക് ജീവിക്കണ്ടേ, മനുഷ്യർ പങ്കുവയ്ക്കലും കൂട്ടായ്മയും സ്നേഹവും അപ്പനും അമ്മയും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അത് എങ്ങനെയോ അവർ തിരിച്ചു വന്നു. അവർ ഇവിടെ നാട്ടിൽ സെറ്റിലായി. രണ്ടാമത്തെ മകള് MSW കഴിഞ്ഞു. അവൾ ക്രിസ്ത്യാനിയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ ഉടനെ നമുക്ക് തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടാകാം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, വീടില്ലാത്തവരെ ഇവിടെ ഇങ്ങനത്തെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ WHO തന്നെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നാണ്. സ്ഥാപനവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇന്ന് 450 സ്ഥാപനത്തിലേക്ക് ആ മനസ്സ് വെച്ചാൽ 50 വരെ ആക്കാം. 500 ആയില്ലേ, 600, 700, 800 എന്ന് പറഞ്ഞ് പോയാൽ ഒരു വലിയ ട്രാജഡി ആയിട്ട് അത് മാറും. ഏർവാടിയിലൊക്കെ സംഭവിച്ച പോലെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ അതിനുവേണ്ടി കണ്ടെത്തിയൊരു പ്രോജക്റ്റാണ് ഹോം അഗെയിൻ. അത് രണ്ടാമത്തെ മകളാണ് അതിൻ്റെ ചാർജ്. കേരളത്തിലിപ്പം നമ്മൾ 8 സ്ഥാപനങ്ങൾ നമ്മുടെ കൺട്രോളിലും നടക്കുന്നുണ്ട്. പാലായിൽ നമ്മുടെ മരിയസിനെ ചുറ്റും 4 ഹൗസുണ്ട്. അപ്പോൾ 5 പേർക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കും. അതിന് അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് പാടൊന്നും വീട് ആരും തരികയില്ല. മാനസിക രോഗികൾക്കാണ് തരാൻ പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഒരു 40 ലക്ഷം രൂപ എങ്കിലും മുടക്കി ഉണ്ടാക്കിയൊരു വീടാണ്. അത് 15 രൂപ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അത് ഞാൻ ആവശ്യപ്പെട്ടു, എനിക്ക് തന്നു. മകള് വേറൊരു പയ്യനുണ്ട്, അവർ പോയി സംസാരിച്ചു, ആ വീട് തന്നു. അത് വലിയ ആളുകൾ താമസിക്കുന്ന ഒരു വില്ലയാണ്. അതിനകത്ത് ഇവരെ പോയി താമസിച്ചപ്പം അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടി. ആളുകളെല്ലാം അവിടുത്തെ വിസിറ്റേഴ്സായി. അവരുടെ ഓണാഘോഷ പരിപാടി ഇവരെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. ഓണസദ്യ മറ്റൊരു സെൻ്ററിൽ കൊണ്ട് ഇപ്പം 4 സ്ഥാപനങ്ങൾ മരിയസേന തൊട്ടായിട്ട് തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. മറ്റ് കുഞ്ഞുങ്ങളും മൂന്നാമത്തെ ആളും MSW ഇഗ്നോയ് ചെയ്തുകൊണ്ട് അവൾ മരിയസ്ഥാനത്തിലെ ശരിക്കും പറഞ്ഞാൽ ഗാനമേള ട്രൂപ്പിലൊരു നല്ലൊരു സിംഗറാണ്. ഇവരങ്ങോട്ട് പുറത്ത് ഞാൻ എപ്പോഴും പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവളാണ് കുഞ്ഞിലെ മുതൽ ഒരു 6ാം ക്ലാസ് മുതൽ ഇവള് പാടുന്നുണ്ട്. എൻ്റെ വളരെ സന്തോഷമായിട്ട് പുള്ളി പോകുന്നു. പുള്ളി ഇച്ചിരി ആർട്ടും പരിപാടിയൊക്കെ ഉണ്ട്.
അപ്പോൾ അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ടെലിഫിലിമിലൊക്കെ അഭിനയിക്കാറുണ്ട്. അങ്ങനെ അത് ഏഞ്ചൽ ഉള്ള പേര്. മൂന്നാമത്തെ ആൾ അലോനയാണ്. അവൾ 12ാം ക്ലാസ്സിലായി. ഏറ്റവും ഇളയാൾ 9ൽ. അപ്പോൾ ഇവർ ടോട്ടൽ എനിക്ക് ഉണ്ടായിരുന്നൊരു ഭീതി എന്ന് പറഞ്ഞാൽ പിള്ളേർ വലുതായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ജോലി വന്നു. ഒരുപാട് ഒന്നും സമ്പാദ്യമൊന്നുമില്ല. സമ്പാദ്യം അല്ലെങ്കിൽ ഒരു ഡൗറി ചോദിച്ച് വരുന്ന ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ ഉദ്ദേശമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഈ ശുശ്രൂഷയോട് താല്പര്യമുള്ള ആരെങ്കിലും, മൂത്ത പയ്യൻ അങ്ങനെ തന്നെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ ദൈവം കൊണ്ടുവരും. പിന്നെ ഈ പ്രോജക്റ്റുകളെല്ലാം മൂന്നാമത്തെ ആളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സുഗതകുമാരി ടീച്ചർ പണ്ട് പറഞ്ഞു ശ്രദ്ധാഭവൻ എല്ലാ പഞ്ചായത്തിലും വേണമെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളത് തുടങ്ങി. നമ്മുടെ അടുത്തൊരു പന്തത്തല എന്ന സ്ഥലത്ത് 15 സെൻറ്റ് സ്ഥലത്തിൽ ഒരു 25 ലക്ഷം രൂപയുടെ ബിൽഡിങ് പണിത് 20 പേരെ മാറ്റുക. അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ പ്രോജക്റ്റ് തുടങ്ങി ഇവിടുത്തെ ആളുകളെ കുറയ്ക്കുകയും മരീസാനെ ഒരു ട്രാൻസിറ്റ് സെൻ്ററായിട്ട് നിർത്തിക്കൊണ്ട് ഇപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ആളുകളെ കൊടുക്കുന്നുണ്ട്. അതുപോലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ വയലൻസ് ആവുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഏത് രാത്രിക്കാണെങ്കിലും ഞാൻ തിരിച്ചും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇനിയുള്ള അങ്ങയുടെ മുൻപോട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ എന്താ, മനസ്സിലെന്താണ് ഒരു പ്രതീക്ഷയുള്ളത്? മെൻ്റൽ റിട്ടാർഡേഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ലൊരു സംഭവം. അതായത് ഞാൻ പറയട്ടെ, കഴിവുള്ളവരെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട് ധാരാളം. നമ്മുടെ പല സ്ഥാപനങ്ങളിലും കഴിവുള്ളവരെ ചെയ്യുന്നത് നമുക്കറിയാം. കഴിവില്ലാത്തവരും മലമൂത്ര വിസർജനങ്ങൾ വാരി തിന്നുകയും അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന, തല തല്ലിപ്പൊട്ടിക്കുന്ന, വയലൻസ് ആയിട്ട് ഈ അടുത്ത കാലത്ത് നിന്ന് വലിയൊരു മിറക്കിൾ എന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു പരിശ്രമത്തിന് ദൈവം തന്ന വലിയൊരു ഫലമാണ് പകൽ വീടെന്നും പറഞ്ഞ് ഞങ്ങൾ ചെയ്തൊരു ഷോർട്ട് ഫിലിം. അതിൽ അഭിനയിക്കുന്ന പയ്യന് പൗരസ്ത്യ വിദ്യാപീഠത്തിൽ പഠിപ്പിക്കുന്ന ആൻഡ്രൂസ് അച്ഛൻ്റെ റെക്കമെൻഡ് ഞാൻ എടുത്തതാണ്. കൂത്താട്ടുകുളത്ത് അവൻ്റെ അമ്മ ഒരു ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്നു. പയ്യന് MR ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അതായത് ചികിത്സിച്ച് കിടപ്പാടം പോലും നിൽക്കില്ല. ആത്മഹത്യയുടെ പക്കത്ത് നിൽക്കുന്നു. ഒരു വാടക വീട്ടിൽ ഇവനെ കൊണ്ട് നിന്ന് ആ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ ഹൗസ് ഓണർ പറയുന്ന സാഹചര്യത്തിലാണ് ആ അമ്മ എന്നെ വിളിക്കുന്നത്. ഞാൻ എടുത്തെങ്കിലും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാരും സ്റ്റാഫും അവിടെ താമസിക്കുന്നവരും ഇവനെ ഇവിടെ പറ്റിയാല, കാരണം സഹിക്കാൻ പറ്റിയാല, പറയുന്ന കാര്യം സാധിച്ചില്ല, തല ഇടിച്ച് പൊട്ടിക്കുകയല്ല, നമുക്കിട്ട് തല്ലും. ഭയങ്കര അഗ്രസീവാണ്. തിരിച്ചു വിടാൻ തീരുമാനിച്ചു. അന്നേരം അവരുടെ 2ാമത്തെ ഡയലോഗ്, ഇവൻ ഇനി മരിച്ചു പോയെന്ന് കേട്ടാൽ പോലും ഞങ്ങളാരും സാറിനെതിരെ പരാതിയും പറയാം. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റിയല്ല. പൂട്ടിയിട്ട് കഴിഞ്ഞാൽ മുറിക്കകത്ത് പൂട്ടാൻ പറ്റിയല്ല, നിയമം അനുസരിച്ച് പൂട്ടിയിടാൻ പറ്റിയല്ല. കെട്ടിയിടണേ അതിന് കാരണം വേണം. കെട്ടിയിടുന്നതിൻ്റെ സമയത്തിൻ്റെ ഡ്യൂറേഷൻ എഴുതി വെക്കണം. പഴയ പരിപാടിയൊന്നും നടക്കില്ല, ആരും പൂട്ടാനോ. പിന്നെ അവസാനം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനോട്ടങ്ങ് എടുക്കാൻ തുടങ്ങി. വളരെ ടേംസായി, കൂട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കൂട്ടല്ല. ഈ കൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് അടുത്ത നിമിഷം വേറെ വയലൻസിലേക്ക് പോകും. അതിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ സിനിമാ നടനാണ്. എന്നാൽ പിന്നെ ഇവനെ വെച്ചൊരു പടം കുറച്ച് ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് വെച്ച് അതെടുത്തു. അതിനകത്ത് നന്നായി ചെറിയ 3-4 വേഷം ഇതേ ഉള്ളൂ. അവൻ വളരെ നല്ല രീതിയിൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മുതൽ പുള്ളി ഒരു 5000 രൂപ വേണം കേട്ടോ ഒരു മൊബൈൽ മേടിക്കാൻ, അഭിനയിച്ചതിൻ്റെ. അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞു. ഇനി അടുത്ത പടത്തിൻ്റെ ഷൂട്ടിങ് തന്നെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ എൻ്റെ മനസ്സിൽ അവൻ്റെ മനസ്സിൽ അവൻ സിനിമാ നടനായി. ഇപ്പം ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ സിനിമാ നടനാണ് കേട്ടോ. ഞാൻ ചേട്ടനും കൂടെ അഭിനയിച്ച ഇതെൻ്റെ അച്ഛനാണ്. ഇപ്പം അച്ഛനായി, ചേട്ടനായി. ഇപ്പോഴാ വയലൻസ് ഒന്നുമില്ല. അവൻ്റെ അമ്മ പറയുന്നൊരു ബൈറ്റുണ്ട്, ഞാനത് എടുപ്പിച്ച്, കാരണം ഇത് മനുഷ്യരെന്ന് അറിയണമല്ലോ. അമ്മ പറയാണ്, സാറേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ റീസെൻ്റ്ലി ഇപ്പോൾ 2 ആഴ്ച മുമ്പ് റിലീസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൻ്റെ, നമ്മൾ വലിയ സിനിമയോ ഒന്നും പിടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കളികളാണ്. അതെങ്ങനെയും കുറേ ആളുകളൊക്കെ കാണും. കാണുന്നവരുടെ മുമ്പിൽ അവൻ്റെ ആ ചെറിയ ലോകത്തിൽ അവൻ സ്റ്റാറാണ്. അതാണ് അവന് സൗഖ്യം കൊടുത്തത്. 10 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി റോസിലിക്ക് സമാധാനം കൊടുത്ത നാടകവും ഗാനമേളയായിരുന്നു, ഒപ്പം വരുന്നു. പുനരധിവാസം എന്ന കാര്യത്തിൽ നമുക്ക് 100% നമുക്ക് ചെയ്യാൻ പറ്റും. മുൻപോട്ട് ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു റിസർച്ച് സെൻറ്ററും, ഇതിനകത്ത് പല രോഗങ്ങളും ഡയഗ്നോസിസ് ചെയ്യാൻ ഡോക്ടേഴ്സിന് പോലും സാധിക്കുന്നില്ല. കാരണം അതിന് മാത്രമുള്ള ഡോക്ടർമാർ നമുക്കില്ല. ഇപ്പോൾ ഈ രാഹുലിൻ്റെ കാര്യത്തിൽ തന്നെയാണല്ലോ, അവന് ഹൈപ്പർ ആക്ടിവിറ്റിയും MR ആണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയതാണ്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് പുള്ളി പറഞ്ഞു. അതിനുള്ള മരുന്നുകൾ മാറ്റിക്കൊടുത്തു. അതുപോലെ എറണാകുളത്തുള്ള ആലുവയിലുണ്ടായിരുന്ന ഒരു ശിശു ഭവനിൽ നിന്ന് വളരെ വയലൻ്റായ ഒരു പയ്യനെ വിട്ടു. അവന് ഓവർ ഈറ്റിംഗ് ആയിരുന്നു. അവനെ ഇത് പല ആളുകളല്ലേ, നമ്മൾ വികലാംഗരുണ്ട്, മന്ദബുദ്ധികളുണ്ട്. മന്ദബുദ്ധികളിൽ നിന്നൊന്നും പറയാൻ പറ്റിയല്ലോ കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ സോറി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് കേസെടുക്കും. ഡിഫറൻ്റ്ലി ഏബിൾഡ്, സ്പെഷ്യലി ഏബിൾഡ്, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്.
അവർക്ക് ജീവിക്കാനോ അവർ അംഗീകരിക്കപ്പെടാനുള്ള സംവിധാനങ്ങളൊന്നും ഈ നിയമം പറയുന്നവരാരും ഉണ്ടാക്കുന്നില്ല. ഏതാ MR കുട്ടികളെ നോക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ ശമ്പളം എത്രയാണ്? 9,000 രൂപ. എങ്ങനെ ജീവിക്കൂ കാലത്ത്? കെയർ ടേക്കർ 6,500 രൂപ. എങ്ങനെ എന്തൊക്കെ അതൊന്നും കൂട്ടാനോ അല്ല ഉള്ളത് കൃത്യമായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഇനി വെല്ലുവിളികളായി വരുന്നത് നമ്മുടെ സ്കൂളിൽ സോഷ്യൽ വർക്ക് പഠിച്ച് നേഴ്സിംഗ് പഠിച്ച് വരുന്ന പിള്ളേർക്ക് തൊഴിൽ സാധ്യതയാവും. എന്നെ കേൾക്കുന്ന ആർക്കും ഈ പദ്ധതിയോട് ചേർന്ന് സ്വന്തമായിട്ട് ചെയ്യാനുള്ള എല്ലാ അഡ്വൈസും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. നമുക്ക് അവർക്ക് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സാലറിയും കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുക. ഇനി അതായത് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ രൂപതകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകളിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ, അതിൻ്റെ ബ്രാഞ്ചുകൾ ഒക്കെ ആരംഭിക്കണമെന്നാണ് അങ്ങ് പറഞ്ഞു? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് നമ്മൾ 1927 ആണ് നമ്മളെ ST സിസ്റ്റേഴ്സ് ചുണങ്ങവേലി, അതുപോലെ CMCയുടെ ഉത്ഭവം CMC സിസ്റ്റേഴ്സിൻ്റെ കാലത്ത് പോലും ആദ്യമായിട്ടുണ്ടായത് ഓർഫനേജാണ്. അതുപോലെ കയ്പമ്പിളാക്കലച്ഛൻ്റെ സ്നേഹഗിരി സിസ്റ്റേഴ്സ്, അതുപോലെ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ പല 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 കോൺഗ്രിഗേഷൻസും ചാരിറ്റി ഇപ്പം ഏറ്റവും മുൻപന്തിച്ച് നിൽക്കുന്ന കുറേ സിസ്റ്റേഴ്സുണ്ട്. ദൈവപരിപാലയുടെ മദർ ലിറ്റിയുടെ അതൊക്കെ ഒന്ന് കാണേണ്ട സംഭവങ്ങളാണ്. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് പുറം ലോകം പോലും അറിയാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ഒരു അതിവിശുദ്ധരായ ഒരുപാട് കന്യാസ്ത്രീമാർ, ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് അൽമാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവർക്കൊക്കെ ഇനി വേണ്ടത് നമ്മൾ തുടങ്ങിയ ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കഞ്ഞി കൊടുക്കുക, അനാഥന് കഞ്ഞി കൊടുക്കുക. കൂടുതൽ ആളുകൾ അന്നദാനം ചെയ്യുന്നത് ഒരു 10 കിലോ ഉണക്കപ്പയറും ഒരു 10 കിലോ അരിയും കൊണ്ടുവന്ന് അവരുടെ പരിപാടി തീർന്നു. ഇവർക്ക് ഇതല്ല വേണ്ടത്. ഇവർക്ക് നമ്മളെങ്ങനെ ജീവിക്കുന്നോ അതേ ഫെസിലിറ്റിയിൽ അതേ രീതിയിൽ ജീവിക്കാനുള്ള റൈറ്റ് ഇവർക്കുണ്ട്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാനനും അമൂല്യനും, നിനക്ക് പകരം ഞാൻ ഈജിപ്തും സേബായും വിൽക്കുമെന്ന ഒരു ആത്മാവിന് വേണ്ടി കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തുകൂടാ? നമുക്ക് അനാഥരെ സംരക്ഷിക്കാണ്ട് തുച്ഛമായ ഗവൺമെൻറ് തലത്തിലൊന്നുമില്ല, വളരെ നിസ്സാരമായ കാര്യം. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. പിന്നെ കൊടുക്കുന്നതാരാ? സായിപ്പ് കൊടുക്കും. ഓസ്ട്രേലിയയിലും കാനഡയിലും ഇറ്റലിയിലും പോയി ജോലി ചെയ്യുന്ന നമ്മുടെ പിള്ളേർ ലക്ഷക്കണക്കിന് രൂപ പഠിച്ചിട്ടില്ലെന്നൊരു ജോലി ചെയ്യുന്നത്. 20 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്നവരെ മുട്ടിന് നടുവിന് തേയ്മാനം, കഴുത്തിന് വേദന, എന്താണ് സായിപ്പിനെ എടുത്ത് നോക്കി മറിച്ചിട്ട് അവനെ കുളിപ്പിക്കുന്നതിന് കിട്ടുന്ന ലക്ഷങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ മാളികൾ ഉണ്ടാക്കുന്നതും. ഇവിടെ ഗവൺമെൻറ് തന്നെ പിടിച്ച് നിൽക്കുന്ന പൈസ ഏതാ? ഇവിടെയുള്ള നമ്മുടെ മാർക്കറ്റിൽ എന്തെങ്കിലും ചലനം വരണം, ഈ പിള്ളേർ വരണം. ഇതെന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ? അല്ല, ഇവിടെ ചെയ്താൽ അതിനുള്ള വരുമാനം കിട്ടത്തില്ല. വരുമാനം ഉണ്ടാക്കണം. അതിനു വേണ്ടി ശ്രമിക്കണം. അതിന് തരാൻ ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ 30-50 പേരെ നോക്കി നടുപൊടിച്ച് ഇപ്പോൾ കന്യാസിനിമാർ നടത്തി ചേരാൻ ഇല്ലാത്തതുകൊണ്ട് അമ്മമാരും പതുക്കി നിന്ന് നിർത്തേണ്ടി വരുമല്ലോ. അതിന് ആ സ്ഥാനത്ത് സോഷ്യൽ വർക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് 1-2 സിസ്റ്റേഴ്സ് മാത്രം മതി. അതായത് അങ്ങ് ഈ പറഞ്ഞു വരുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ശരിക്കും നമ്മുടെ അധികാരികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ യൂറോപ്പിലോട്ടുള്ള കുടിയേറ്റം സർവ്വസാധാരണമായി എങ്ങനെയും ഒന്ന് +2 കഴിയാൻ നോക്കിയിരിക്കുന്നു. പിള്ളേരെല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ അടുത്ത നാളിൽ കേട്ടു 8ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പിള്ളേർ പോയി തുടങ്ങിയെന്ന് കേട്ടു. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ. ഇവിടെ നമ്മുടെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെയ്യുന്ന ജോലി എന്താണ്? ഈ പറഞ്ഞ രീതിയിലുള്ള വൃത്തരായിട്ടുള്ള ആൾക്കാരെ അവരെ പരിചരിക്കുക. അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നവർക്ക് അവിടെ വലിയ ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന ആ വരുമാനം മാത്രം പ്രതീക്ഷയാണല്ലോ ഇങ്ങനെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ജോലി എന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ? പക്ഷേ ഇവിടെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകണം. അങ്ങനെ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടെ നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും പറ്റും. തന്നെ നിൽക്കും. ഒരു 2 വർഷം ഒരിക്കൽ തിരുവനന്തപുരത്ത് ശങ്കരൻ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഒരു നോട്ടീസ് വായിച്ചിട്ട് നിങ്ങളെല്ലാവരും സ്ഥാപനം നിർത്തണമെന്ന് പറഞ്ഞു. കുറ്റിക്കലാച്ചനും വട്ടം നിന്ന് നിൽക്കുമെന്നും പറഞ്ഞ് ബഹളം വെച്ച് അയാളെ തടഞ്ഞു നിർത്തി. ഞാൻ അവിടെ 2 വാക്കേ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്കൊരു 5 വർഷമെങ്കിലും സമയം എന്താ, ബേസിക് മുമ്പേ പറഞ്ഞില്ല, അമ്യൂണിറ്റീസ് സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാം, സമയം തരണം. ഇന്ന് 25 വർഷം മരിയസ്ഥാനം പൂർത്തിയാകുമ്പോൾ പുറയിലേക്ക് നോക്കുമ്പോൾ ഞാനതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ ആൾ കൂടുന്നുണ്ടതിന് കാരണം സ്റ്റേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ രാജ്യം ചെയ്യേണ്ട വർക്ക് എന്നെ ഒറ്റയ്ക്ക് എൻ്റെ തലയിൽ വെച്ച് തരുന്നുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആളെ എടുക്കാമെന്ന് ചോദിച്ചാൽ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടും മടുപ്പില്ലാത്തതുകൊണ്ടും പേടിയില്ലാത്തതുകൊണ്ടും പോരാൻ പറയും. 300 പേര് കിടക്കേണ്ട സ്ഥലത്താണ് 450 പേര് കിടക്കുന്നത്. ഇവിടെ ആൾ കൂടിയതുകൊണ്ടാണ് മറ്റ് സെൻറ്ററുകൾ തുടങ്ങിയിരിക്കുന്നത്. ഈ 7
ഹൗസുകൾ തുടങ്ങിയതിന് പൈസ തരുന്നത് ഇന്ത്യയിലുള്ള ആരുമല്ല തരുന്നത്. ആദ്യം കാനഡ ഗവൺമെൻറ്റാണ് തന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിസ്റ്റ് എന്നും പറഞ്ഞ് ന്യൂയോർക്കിലുള്ളൊരു സംഘടന തരുന്നത്. ഇതിനൊക്കെ ആർക്കും എഴുതിയാൽ കിട്ടും. പിന്നെ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് ഉചിതമായ രീതിയിൽ ചെയ്യണം, ഇഷ്ടം പോലെ പൈസ കിട്ടും. നമ്മൾ നല്ലതാണ്, നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് കണ്ട സഹായിക്കാൻ ലോകരാജ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ നല്ല ഏജൻസികളും സാമ്പത്തിക സപ്പോർട്ടുകളും നമുക്ക് കിട്ടും. ഇവിടെ വരുന്ന പൈസകൾ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന കാശുകൾ ശരിയായിട്ടാണോ വിനിയോഗിക്കുന്നതെന്ന് മാത്രം അവരെ ഒന്ന് അറിയിച്ചാൽ മതി. അത് ശരിയായിട്ടാണോ വിനിയോഗിക്കുന്നത് അറിയാൻ ആരെങ്കിലും വന്നാൽ അവരെ ശത്രുവായിട്ടും കാണരുത്. ഞാൻ പറയാം, ഇന്ത്യയിൽ എനിക്കറിയാവുന്ന ഒരു സ്ഥാപനം, നമ്മുടെ ഭാരതത്തിലുള്ള അപ്പനാഖർ എന്നും പറയുന്ന സ്ഥാപനമുണ്ട്. ഞാൻ നേരിട്ട് പോയിട്ടില്ല, നെറ്റിൽ കണ്ടിട്ടുണ്ട്. വലിയ സ്ഥാനത്ത് നിന്ന് ഒരു 40ഓളം പേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്ടർ നടത്തുന്ന സ്ഥാപനം. അദ്ദേഹം പറഞ്ഞാൽ 1000 പേരുണ്ടെങ്കിലും വിട്ടു നോക്കിക്കൊള്ളാം. 1000 പേരെ നോക്കുന്ന 32 സ്ഥാപനങ്ങളുണ്ട് ഉണ്ട്. അയക്കത് പരസ്യം ചെയ്യേണ്ട കാര്യമില്ല, അയക്ക് അതിനുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫണ്ട് കിട്ടിക്കഴിയുമ്പോൾ വേറെ കാര്യം കെട്ടാൻ പോകരുത്. ഓർഫന് കിട്ടുന്ന പൈസയാണെങ്കിൽ അഗതികൾക്ക് വേണ്ടി തന്നെ. പക്ഷെ നമുക്ക് കഴിയാം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, സമയം മുമ്പോട്ട് പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ തുടങ്ങിയത് ഏശയ്യാ പ്രവചനം 58-ാം അധ്യായമാണ്. അതിൻ്റെ ആദ്യത്തെ താളുകളിൽ നമ്മളെ ദൈവം വഴക്ക് പറയുന്നുണ്ട്. പിന്നെ ഒരു 7 to 12 വരെ 12 ആണെന്ന് തോന്നുന്നു വചനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന്. അതിന് ശേഷം താഴോട്ട് കിടക്കുന്ന കാര്യം എന്താണെന്നറിയോ? നിൻ്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും, നിൻ്റെ പുരാതന നാശനഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം ഭവനങ്ങളുടെ കേട് പോക്കുന്നവനെന്ന് നീ വിളിക്കപ്പെടും, നനച്ച് വളർത്തിയ പൂന്തോട്ടം പോലെ ആയിരിക്കും നീ, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളുടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ഇത് 25 വർഷം ഈ വചനം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം. എൻ്റെ കുടുംബം സ്വസ്ഥമായി, ദൈവത്തിന്, അതായത് ദൈവത്തിൻ്റെ തമ്പുരാൻ്റെ പരിപാലന തന്നെ മുമ്പോട്ട് പോകുന്നു. എനിക്കുണ്ടായൊരു മാറ്റം എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിലെ ചെറിയ കലകൾ അതല്ല ഇവരെ അഭ്യസിപ്പിക്കാൻ അതൊരു വേൾഡ് റെക്കോർഡായിട്ട് മാറ്റാനും സാധിച്ചു. നാടകം, അഭിനയം, അതുപോലെ മറ്റ് കാര്യങ്ങൾ. പിന്നെ ഇത് എന്ത് ചെയ്തോ ആ ചെയ്ത കാര്യങ്ങളെല്ലാം വേൾഡ് അസോസിയേഷൻ ഫോർ സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ 4 വേൾഡ് കോൺഗ്രസ്സിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സുകാരനാണെന്ന് ഓർക്കണേ. 4 രാജ്യങ്ങളിൽ വേൾഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ സൈക്കാട്രിയുടെ ഏഷ്യയുടെ ഏക പ്രതിനിധി ഞാനായിരുന്നു. ഡോക്ടർ റോയിയുടെ കറോഫിൽ പോയതാണ്. അവിടെയും പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. ലോകത്തിൽ എന്താ നടക്കുന്നത്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള വലിയ മീറ്റിങ്ങിലൊക്കെ നമുക്ക് ഇൻവിറ്റേഷൻ ഫ്രീ ആയിട്ട് കിട്ടുകയും പോയി അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ. പിന്നെ സഭയിൽ ഇപ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസികൾ സഭയെ നോക്കുകയാണെന്ന് പിരിവ എന്ന് പറയും. വിശ്വാസി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. വിശ്വാസികൾ തങ്ങൾക്കുള്ളതെല്ലാം പൊതു സ്വത്തായി കരുതി അവരെല്ലാം ഷെയർ ചെയ്തു. ഷെയർ യുവർ ടൈം, ഷെയർ യുവർ മണി, ഷെയർ യുവർ ഹെൽത്ത്, ഷെയർ യുവർ എഡ്യൂക്കേഷൻ. ഇത് കൊടുക്കുന്നവനാണ് ക്രിസ്ത്യാനി. അങ്ങനെ ഒരു ക്രിസ്ത്യാനി ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയാൽ യേശുക്രിസ്തുവിനെ ആകർഷിക്കുന്ന സഭയായി, സമുദായമായി നമ്മൾ ഉയരും. ഇപ്പോൾ ആരോടെങ്കിലും പറയാം ഒരു പള്ളിമണിക്ക് പിരിവ്, അയ്യോ എൻ്റെ കയ്യിലില്ല. അല്ല രോഗിയെ ചികിത്സിക്കാൻ പിരിവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജിയാണ്. ഇനി അതുകൊണ്ട് ആരും പിരിവിനെ പറ്റി സംസാരിക്കരുത്. നീ നിൻ്റെ പങ്ക് തരിക, ദൈവം ആവശ്യപ്പെടുന്നു എന്ന് പറയാം. ഈശോ എന്ന് പറഞ്ഞാൽ കഴുതനെ ഇങ്ങ് തരാൻ പറഞ്ഞപ്പോൾ കൊടുത്തില്ലേ? അങ്ങയുടെ ഈ ഉദ്ബോധനങ്ങൾ നിശ്ചയമായിട്ടും നമ്മുടെ ദൈവജനത്തിന് അതൊരു വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങിപ്പോൾ ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്നം പിന്നിട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രായം കൊണ്ട്. ഇനിയും മുൻപോട്ട് ഒത്തിരി കാലം മുൻപോട്ട് പോകാനായിട്ടുണ്ട്. ആ യാത്രയിൽ ഇതുപോലെയുള്ള വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെറും ഒരു 10ാം ക്ലാസ്സുകാരനാണ്. ഈ 10ാം ക്ലാസ്സുകാരനെ കൊണ്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരുന്നത്. കേവലം മത്സ്യത്തൊഴിലാളികളായിരുന്ന ശിഷ്യന്മാരെ കൊണ്ട് ഈ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ കഴിഞ്ഞ നമ്മുടെ കർത്താവ് അങ്ങയെക്കൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇനിയും അനേകർ ഇതുപോലെയുള്ള ശുശ്രൂഷകളിലേക്ക് കടന്നു വരട്ടെ. അതുവഴി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അതുവഴി കർത്താവിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടട്ടെ. ദൈവരാജ്യം ഇവിടെ അത് വളർന്ന് വികസിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് നമ്മളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയങ്ങളിലേക്ക്
ദൈവത്തിൻ്റെ ആത്മാവ് ഇതുപോലെയുള്ള നല്ല ആശയങ്ങൾ, ചിന്തകളൊക്കെ പകർന്നു തന്ന് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ അനേകരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇത് കാരണമായി തീരട്ടെ. ഈ എപ്പിസോഡുകളൊക്കെയും നിങ്ങൾ കണ്ട് നിങ്ങളിത് പലരുമായിട്ട് പങ്കുവെക്കണം. സാധിക്കുന്നവരൊക്കെ പാലായിലെ മരിസദനത്തിൽ വന്ന് നിങ്ങൾ അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ടത് കാരണമായി തീരും. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.